ശബരിമലയിൽ പോലീസ് വാഹനത്തിനായും ഇടനില നിന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് ഇനി റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു. നിസാരക്കാരനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭീമ ജുവലറിയിൽ നിന്ന് വാഹനം വാങ്ങി നൽകി. ഓഫ് റോഡ് ഖുർഗ ജീപ്പാണ് പോലീസിന് നൽകിയത്. മുഖ്യമന്ത്രിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ കൈമാറിയതെന്നറിയുന്നു. ഒരു മാസം മുൻപുള്ളതാണ് ചിത്രം. അതേ ദിവസം തന്നെ പോറ്റി പോലീസ് ആസ്ഥാനത്തും എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കാണ്. റവാഡ ചന്ദ്രശേഖർ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലീസ് ജീപ്പ് സ്പോൺസർ ചെയ്ത് ഭീമ ജുവലേഴ്സിന്റെ പോലീസ് ജീപ്പ് സ്പോൺസർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകി. സെക്രട്ടേറിയറ്റ് വളപ്പിൽ വെച്ച് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഇപ്പോൾ പുറത്തുവരികയാണ്. ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറുമുണ്ട്. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, അപ്പോൾ ചെറിയ മീനല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരള പോലീസിന് തന്നെ ജീപ്പ് തന്നെ സ്പോൺസർ ചെയ്ത് കൊടുത്തു. നേരത്തെ ADGPക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും ഒപ്പം റവാഡ ചന്ദ്രശേഖരനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ജീപ്പ് സ്പോൺസർ ചെയ്തതിന്റെ താക്കോൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് കൈമാറുന്നത് അല്ലേ ഹരിമോഹൻ? സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ ചിത്രം പറയും അല്ലേ? അരുൺ, ചെറിയ മീനല്ല, ചെറിയ അവതാരമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സെക്രട്ടേറിയറ്റ് വളപ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് പുറത്ത്, അകത്തല്ല പുറത്ത് അദ്ദേഹം നിൽക്കുന്ന ചിത്രമാണ്. സംസ്ഥാന പോലീസിന് അദ്ദേഹം ഒരു പോലീസ് ജീപ്പ് അല്ലെങ്കിൽ ഒരു ജീപ്പ്, കുർഗ ജീപ്പ് എന്ന് പറയുന്ന ഓഫ് റോഡ് കുർഗ ജീപ്പ് സ്പോൺസർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇടനില നിന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരറ്റത്ത് ഭീമ ജുവലേഴ്സ്, ആ ഭീമ ജുവലേഴ്സിൽ നിന്ന് ഇത് സ്പോൺസർഷിപ്പിൽ വാങ്ങിക്കൊണ്ട് അത് സർക്കാരിന് കൈമാറി നൽകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് മുഖ്യമന്ത്രിക്കായിട്ടാണ് കൈമാറുന്നത് എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ടതുണ്ട്. അതായത് പോലീസ് ആസ്ഥാനത്തെത്തി ശ്രീജിത്തിനെ പൊന്നാട അണിയിക്കുന്നു എന്നുള്ളത് അവിടെ മാറ്റി നിർത്തുക. മറിച്ച് ഇപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് ഇത് നേരിട്ട് കൈമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അവിടെ പോലീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് സംസ്ഥാന പോലീസ് മേധാവിയായി അടുത്ത കാലത്ത് ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ തന്നെയാണ്. അതായത് ഒരു മാസം മുൻപുള്ള ചിത്രമാണ് പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റ് തൊട്ടു പിന്നാലെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയാണ് നേരിട്ടെത്തിക്കൊണ്ട് ഈ കുർഗ ജീപ്പ് വാങ്ങുന്നത്. അവിടെയും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറുണ്ട്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബവും അവിടെയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും ഇദ്ദേഹവും തമ്മിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. നേരത്തെ ജയറാമിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഈ വലിയ രീതിയിലുള്ള അടുപ്പം ഇവർ തമ്മിലുണ്ട്. ഒരിക്കൽ മട്ടന്നൂർ ഈ ശബരിമലയിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ആ അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ആശുപത്രിയിൽ പോകുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇത് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അങ്ങനെയെങ്കിൽ ഈ ഓഫ് റോഡ് കുർഗ ജീപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ശബരിമലയിൽ നന്നാവില്ലേ എന്നുള്ളത് ഇയാളുടെ ആശയമാണ്. എന്നിട്ട് അത് സ്പോൺസർ ചെയ്യിക്കാൻ, നല്ല വിലയുള്ള വാഹനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്പോൺസർ ചെയ്യിക്കാൻ ഒരു സ്പോൺസറേയും കണ്ടെത്തുന്നു. അതാണ് ഭീമ ജുവലേഴ്സ്. അങ്ങനെ കേരള പോലീസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വകയായിക്കൊണ്ട് ഒരു കുർഗ ജീപ്പ് ലഭിക്കുകയാണ്. ആ കുർഗ ജീപ്പിന്റെ താക്കോൽ കൈമാറ്റമാണ്, അല്ലെങ്കിൽ അത് കുർഗ ജീപ്പ് കൈമാറുന്ന ചടങ്ങാണ് നമ്മൾ ആ ചിത്രം വഴി കാണുന്നത്. അത് വാങ്ങാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരിപാടിക്ക് നേരിട്ടെത്തുന്നു, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇന്റലിജൻസിന്റെയോ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയൊക്കെ റിപ്പോർട്ട് ഇയാൾ ഒരു പ്രശ്നക്കാരനാണ്, അങ്ങനെ വാങ്ങരുത് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി വന്ന് ചിരിച്ചുകൊണ്ട് ആ താക്കോൽ കൈമാറ്റം അല്ലെങ്കിൽ താക്കോൽ വാങ്ങിക്കുന്നു. അതിൽ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ഈ ചടങ്ങിന് ശേഷം അദ്ദേഹം നേരെ പോയത് പോലീസ് ആസ്ഥാനത്തേക്കാണ്. അവിടെ പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ADGP S ശ്രീജിത്തിനെ പൊന്നാട അണിയിക്കുകയാണ്. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറുണ്ട്. ആ പോലീസ് ആസ്ഥാനത്തെ ശ്രീജിത്തിന്റെ ഓഫീസിലെത്തിക്കൊണ്ടാണ് ഈ പൊന്നാട അണിയിക്കൽ നടക്കുന്നത്. അപ്പോൾ ചെറിയ മീനല്ല എന്ന് അരുൺകുമാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. അത്രത്തോളം ബന്ധമുണ്ട്, അത്രത്തോളം ഒരു തരത്തിലുള്ള സ്പേസ് അദ്ദേഹത്തിന് അവിടെ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അകത്തേക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഔദ്യോഗിക വിശദീകരണമല്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അകത്തേക്ക് കയറിയിട്ടില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് വളപ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് പുറത്ത് വന്ന് തൊട്ടുപുറത്ത് ആ സ്റ്റെപ്പിന് പുറത്ത് വന്ന് നിന്ന് ആണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ കൂടി പുറത്തു വരുമോ എന്നുള്ളത് നോക്കണം. ഇന്നിപ്പോൾ ഒരുപാട് പ്രമുഖരായിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ അതായത് 2019
2019 തന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞിരിക്കണം. എന്നിട്ട് പോലും ഒരു മാസം മുൻപുള്ള ചടങ്ങിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വന്ന് നിൽക്കാനുള്ള ഒരു അധികാരം എങ്ങനെയാണ് ലഭിച്ചത്? അല്ലെങ്കിൽ അയാൾ ഒരു പ്രശ്നക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ അന്വേഷണം വലിയ രീതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇനിയിപ്പോൾ പോലീസ് ഈ കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ സർക്കാർ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ള ചിത്രം പുറത്തു വന്നത് ഒട്ടും നിഷ്കളങ്കമാവില്ല. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും വഴിക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമില്ലെങ്കിൽ പോലും മറ്റു വ്യക്തികളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന്, അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പോലീസ് ആസ്ഥാനത്ത് വരെ കടന്നു കയറിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോൾ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം. പോലീസ് ആസ്ഥാനമാണ്, അതുകൊണ്ട് അന്വേഷണ പരിധിയിൽ വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം ഇട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം മുഖ്യമന്ത്രിക്ക് താക്കളുകളൊന്നും ശരിയാണ്, ഇത്തരം സ്പോൺസർഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിലിങ്ങിനൊന്നും ഇന്റലിജൻസ് സംവിധാനം പോവാറില്ല. പക്ഷെ നോക്കൂ, പോലീസ് ആസ്ഥാനത്ത് വന്ന സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിൽ തന്നെ, അതും DGPയുടെ മുന്നിൽ വെച്ചാണ്, സംസ്ഥാന പോലീസ് മേധാവിയുടെ മുന്നിൽ വെച്ചാണ് ഈ താക്കോൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ അർത്ഥം അയാളുടെ സ്വാധീനം സെക്രട്ടേറിയറ്റിലേക്കും പോലീസ് ആസ്ഥാനത്തേക്കും ചലച്ചിത്ര താരങ്ങളിലേക്കും വൻകിട ബിസിനസ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി, സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി, ചെമ്പുപാളികൾ കൊണ്ടുപോയി സ്വർണം പൂശിയിരിക്കുന്നതെന്നാണ്. അത് പലയിടങ്ങളിലും സ്വകാര്യ പൂജ നടത്തി എന്നുള്ളതാണ്. പല ആളുകളെയും വിളിച്ച് ആ പൂജയുടെ ഭാഗമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം.